ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ആമേൻ. പ്രിയമുള്ളവരെ, ഒരു ദൈവവചനം വായിക്കുന്നു. യഹോവേ കേൾക്കണമേ, എന്നോട് കരുണയുണ്ടാകണമേ. യഹോവേ എൻ്റെ രക്ഷകനായിരിക്കണമേ. ആമേൻ. ഈ തിരുവചനത്താൽ ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഈ തിരുവചനം വായിക്കുകയും കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കുടുംബങ്ങളെയും വ്യക്തിജീവിതങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വായിച്ചു കേട്ട തിരുവചനം പോലെ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ യഹോവ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. ഞങ്ങളോട് കരുണയുള്ള ദൈവമാണ്. ഞങ്ങളോട് മനസ്സലിയുന്ന കർത്താവാണ്. അങ്ങ് ഞങ്ങളുടെ രക്ഷകനും നാഥനുമായി, അങ്ങ് ഞങ്ങളുടെ ഉപനിധിയായി എൻ്റെ കർത്താവെ ഞങ്ങളെ അവിടുന്ന് സൂക്ഷിക്കുന്ന വലിയവനായ ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവിക കരുതലിനായി നന്ദി പറയുന്നു കർത്താവെ. ഈ പകല് തിരുവചനത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കുടുംബങ്ങളെയും കർത്താവെ വീണ്ടും കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നവരെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന അവർ ദൈവസന്നിധിയിൽ സ്തോത്രം ഈ നാളുകളിൽ സമർപ്പിച്ച പ്രാർത്ഥനാ വിഷയങ്ങളിലെല്ലാം കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ വലിയൊരു വിടുതൽ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ കൊടുത്തു മാനിക്കും. കർത്താവിൻ്റെ കൃപയും സാന്നിധ്യത്തിൻ്റെ മറവിൽ നിറയ്ക്കണമേ. അവിടുത്തെ കൃപ കൂടിയിരിക്കും. കർത്താവ് അവരെ ബലപ്പെടുത്തുന്നതിനാണ് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, തിരുവചനം വായിച്ചു കേട്ടതുപോലെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ.